നമ്മളുടെ പണ്ടത്തെ കാലത്ത് ഇത് പൂർവ്വകാല മനുഷ്യനാണ്. അദ്ദേഹം ഒരു പുലിയോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ഭീകര സത്വത്തിനെയൊക്കെ കാണുന്ന സമയത്ത് പേടിച്ചോടുന്ന സമയത്താണ് ACTH എന്ന് പറഞ്ഞ ഹോർമോൺ പിറ്റ്യൂട്ടറിയിൽ നിന്ന് വരിക. അത് വന്നിട്ട് നമ്മുടെ അഡ്രിനൽ ഗ്രന്ഥിയിൽ നിന്ന് കോർട്ടിസോൾ ഹോർമോൺ ഉണ്ടാക്കും. ആ കോർട്ടിസോൾ നേരെ ലിവറിലേക്ക് ചെന്നിട്ട് അവിടുന്ന് ഗ്ലൂക്കോസ് പ്രൊഡ്യൂസ് ചെയ്യും. ആ ഗ്ലൂക്കോസ് വിട്ടിട്ട് വേണം അവന് നന്നായിട്ട് ഓടാൻ, അങ്ങനെ ഈ പുലിയിൽ നിന്ന് രക്ഷപ്പെടാൻ. എന്നാൽ ഇപ്പോഴത്തെ കാലത്ത് ഇതൊരു മോഡേൺ മനുഷ്യനാണ്. അദ്ദേഹത്തിന് പുലിയിൽ നിന്നൊന്നും രക്ഷപ്പെടേണ്ട ആവശ്യമില്ല. അദ്ദേഹത്തിനുള്ളത് സ്ട്രെസ്സാണ്. ജോബ് റിലേറ്റഡ് സ്ട്രെസ്സ്, ഫാമിലി സ്ട്രെസ്സ്, പൈസ ഇല്ല എന്നുള്ള സ്ട്രെസ്സ്, ഇങ്ങനെ പല സ്ട്രെസ്സുകളും. ഈ സ്ട്രെസ്സാണ് ഇപ്പോഴത്തെ പുലി. ആ പുലി വരുമ്പോൾ ACTH റിലീസ് ചെയ്യും. ACTH കഴിഞ്ഞാൽ കോർട്ടിസോൾ വരും. കോർട്ടിസോൾ ലിവറിൽ ചെന്ന് ഗ്ലൂക്കോസ് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ ഈ ഗ്ലൂക്കോസ് വെച്ചിട്ട് അയാൾക്ക് എവിടെയും ഓടേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ ഈ ക്രോണിക് ആയിട്ടുള്ള സ്ട്രെസ്സ്, അതായത് പുലിയുടെ രൂപത്തിലുള്ള ഈ സ്ട്രെസ്സ് കാരണം ആണ് ഗ്ലൂക്കോസ് ബ്ലഡിൽ കൂടുന്നതും അത് കാരണം ഡയബറ്റീസ് വരികയും ചെയ്യുന്നത്. അപ്പോൾ ഈ ഡയബറ്റീസ് നമ്മുടെ മോഡേൺ ലൈഫിൽ ഡയബറ്റീസ് വരുന്നത് ഈ ഒരു പഴയ നമ്മളുടെ പുലിയിൽ നിന്ന് പേടിച്ചോടുന്ന കോർട്ടിസോളിനെ കാരണമാണ്.